ഹായ് ഓൾ, വെൽക്കം ടു ടുഡേയ്സ് പ്രസൻറ്റേഷൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ROC അല്ലെങ്കിൽ റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ അക്യുറസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, പ്രിസിഷൻ, റീകോൾ, ഇതൊക്കെ. അതായത് ഒരു ക്ലാസിഫയറിൻ്റെ പ്രിസിഷൻ എത്രയാണ്, റീകോൾ എത്രയാണ്, ഒരു കൺഫ്യൂഷൻ മെട്രിക്സിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ചിരുന്നു. എത്രത്തോളം നമ്മളൊരു ക്ലാസിഫയർ തന്നിരിക്കുന്ന ഡാറ്റാസിനെ ട്രൂ പോസിറ്റീവ്സ് ആയിട്ട് എത്രണ്ണം പ്രെഡിക്റ്റ് ചെയ്യുന്നു, ട്രൂ നെഗറ്റീവ്സ് ആയിട്ട് എത്രണ്ണം പ്രെഡിക്റ്റ് ചെയ്യുന്നു, പോസിറ്റീവായിട്ടുള്ള കാര്യം നെഗറ്റീവ് ആണെന്ന് എത്ര പറയുന്നു, നെഗറ്റീവായിട്ടുള്ള കാര്യം പോസിറ്റീവ് ആണെന്ന് പറയുന്നതിൻ്റെ എണ്ണം എത്ര എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺഫ്യൂഷൻ മെട്രിക്സും അതുവഴി അതിലെ പ്രോബ്ലംസും എല്ലാം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമ്മൾ പ്രിസിഷനും റീകോളും ഇതെല്ലാം കണ്ടുപിടിച്ചത് നമ്മളുടെ ആ ഒരു ക്ലാസിഫയറിൻ്റെ പെർഫോമൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു ക്ലാസിഫയറിൻ്റെ പെർഫോമൻസിനെ നമ്മളൊരു ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്കെ, നമുക്കത് TPRൻ്റെയും FPRൻ്റെയും റേറ്റുകളിൽ എങ്ങനെ നമുക്ക് ഈ ഒരു ക്ലാസിഫയറിൻ്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ROC എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ROC എന്ന് പറയുന്നത് ROC സ്റ്റാൻഡ്സ് ഫോർ റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആൻഡ് റഡാർ എഞ്ചിനീയേഴ്സ് വേൾഡ് വാർ 2. അതായത് ഈ ഒരു ബാറ്റിൽ ഫീൽഡിൽ എനിമി ഒബ്ജക്ട്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിഗ്നൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കർവ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു റിസീവർ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ ROC കർവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ROC ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ അപ്പം ഇപ്പോൾ നമുക്കത് കൂടുതലും മെഷീൻ ലേണിങ്ങിലും ഡാറ്റ മൈനിങ് റിസർച്ചുകളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഈ ROC കർവുകൾ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ROC കർവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇൻ ടേംസ് ഓഫ് TPRൻ്റെയും FPRൻ്റെയും ടേംസിലാണ്. ഓക്കെ, TPR എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ട്രൂ പോസിറ്റീവ് ആണ് TP. ആ ട്രൂ പോസിറ്റീവിൻ്റെ റേറ്റിനെയാണ് TPR എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ TP ഡിവൈഡഡ് ബൈ TP പ്ലസ് FN ഫോൾസ് നെഗറ്റീവ്. ട്രൂ പോസിറ്റീവുകളുടെ റേറ്റ് എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫോൾസ് നെഗറ്റീവ്. ഫോൾസ് നെഗറ്റീവ്ലി അത് ഫാൾസ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെന്ന് ഫോൾസ്ലി പറഞ്ഞിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അത് പോസിറ്റീവ് ആണെന്നാണ്, അല്ലേ? അപ്പോൾ അതാണ് ട്രൂ പോസിറ്റീവ് റേറ്റുകൾ എന്ന് പറയുന്നത്. ഫോൾസ് നെഗറ്റീവ് ഈസ് ആക്ച്വലി പോസിറ്റീവുകളാണ്, അല്ലേ? അപ്പോൾ ഫാൾസ് പോസിറ്റീവുകളുടെ റേറ്റ് എന്താണ്? ഫാൾസ് പോസിറ്റീവുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ഫാൾസ് പോസിറ്റീവുകളുടെ എണ്ണം പ്ലസ് ട്രൂ നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ് ട്രൂ നെഗറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ആണെന്ന് നെഗറ്റീവ്ലി പറയാണ്, അല്ലേ? ഇറ്റ്സ് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നതിന് ആക്ച്വലി ഫാൾസ് പോസിറ്റീവുകളുടെ എണ്ണമാണ്, അല്ലേ? ഫാൾസ് നെഗറ്റീവുകളുടെ എണ്ണം എന്ന് പറയുമ്പം ആക്ച്വലി അത് പോസിറ്റീവാണ്. ട്രൂ നെഗറ്റീവുകളുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അത് ഫോൾസ് ആണ്, അല്ലെങ്കിൽ ആക്ച്വലി അത് പോസിറ്റീവുകളാണ്, ഫാൾസ് പോസിറ്റീവുകളാണ്. പക്ഷേ നമ്മളതിനെ ട്രൂ നെഗറ്റീവ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് അതിൻ്റെ എണ്ണത്തിനെയാണ് ഫാൾസ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഫാൾസ് പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഫാൾസ് പോസിറ്റീവുകളുണ്ട്, FP പ്ലസ് TN ഈസ് ആക്ച്വലി ഫാൾസ് പോസിറ്റീവുകളാണ്. അപ്പം ഈ രണ്ട് റേറ്റുകളുടെ ബേസിസിലാണ് നമ്മൾ ROC കർവ് വരയ്ക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മളൊരു ROC കർവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പം ഓരോന്നും എന്താണെന്ന് നമുക്ക് പറയണം. ഈ ഒരു ROC കർവുകളിൽ നമ്മൾ ഇതിൻ്റെ എക്സ് ആക്സിസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് FPR ആണ്. അതായത് ഫാൾസ് പോസിറ്റീവ് റേറ്റ് എക്സ് ആക്സിസിലും ട്രൂ പോസിറ്റീവ് റേറ്റ്സ് Y ആക്സിസിലുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സ് ആക്സിസിൽ ഫാൾസ് പോസിറ്റീവ് റേറ്റ്സ്, Y ആക്സിസുകളിൽ ട്രൂ പോസിറ്റീവ് റേറ്റ്സ്. ഓക്കെ, ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ കാണുന്ന ആ ഒരു ഫാൾസ് പോസിറ്റീവ് റേറ്റുകളുടെയും ട്രൂ പോസിറ്റീവ് റേറ്റുകളുടെയും ത്രഷോൾഡ് വാല്യൂവിനനുസരിച്ച് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒരു സ്പേസിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒരു റെപ്രസെൻറ്റേഷൻ, നമ്മൾ ആ വാല്യൂസ് ട്രൂ പോസിറ്റീവ് വാല്യൂസുകളും
ഫാൾസ് പോസിറ്റീവ് വാല്യൂസുകളുടെയും ബേസിസിൽ നമ്മൾ വരയ്ക്കുന്ന എന്താണ് എത്ര ഏരിയയിലാണോ അതിനെയാണ് നമ്മൾ ROC സ്പേസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ക്ലാസിഫയറിൻ്റെ ഓരോരോ വാല്യൂസും വെച്ചിട്ട് ക്ലാസിഫയർ എങ്ങനെയാണ് നമ്മൾ ഈ TPRൻ്റെയും FPRൻ്റെയും പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മളൊരു സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു സ്പേസിനെയാണ് നമ്മൾ ROC സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 0 മുതലാണ് തുടങ്ങുന്നത്. 0 മുതലും ടു എങ്ങോട്ടാണ്? 1 വരെയാണ് വരുന്നത്. ഓക്കെ, 0 മുതൽ 1 വരെയാണ് വരുന്നത്. ദെൻ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ്, നിങ്ങൾക്ക് ഇവിടെ ആരോ മാർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ഇതെന്താണ്? ഒരു ക്ലാസിഫയർ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു എന്താണ് ഗ്രാഫാണത്. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ പണ്ട് കുറച്ച് മുന്നേ പഠിച്ചിരുന്നു, ഓരോരോ ഹൈപ്പോത്തസിസുകൾ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾസ് പോലെ നമ്മൾ എന്താണ് അസ്യൂം ചെയ്തിരുന്നു, ഓരോരോ റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഓരോരോ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ റെക്റ്റാങ്കിളായിട്ടും ഡിഫറെൻറ്റ് റെക്റ്റാങ്കിൾസിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? പ്ലോട്ട് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ക്ലാസിഫയറിൻ്റെ പെർഫോമൻസിനെ കാണിക്കുകയാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി. ഓക്കെ, അപ്പം ഇതിൻ്റെ ഓരോരോ വാല്യൂസും വെച്ചിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുന്ന ഒരു ക്ലാസിഫയറിൻ്റെ A എന്ന് പറയുന്ന ഒരു ക്ലാസിഫയറിന് A എന്ന് പേര് കൊടുക്കുന്നു. ആ A എന്ന് പറയുന്നതിൻ്റെ ഒരു കർവ് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രെഡിക്ഷൻ, അതായത് എത്രത്തോളം ഉണ്ട് ആ ഒരു ക്ലാസിഫയറിൻ്റെ പെർഫോമൻസ്, അത് നെഗറ്റീവ്ലി എത്ര പ്രെഡിക്റ്റ് ചെയ്യുന്നു, പോസിറ്റീവ്ലി എത്ര പ്രെഡിക്റ്റ് ചെയ്യുന്നു, കറക്റ്റായിട്ട് എത്രത്തോളം പ്രെഡിക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് ഈ ഒരു ROC കർവിൽ അല്ലെങ്കിൽ ROC സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റ് വൺ നമുക്കറിയാം ഈ 0 മുതലാണ് തുടങ്ങുന്നത്. 0 മുതൽ തുടങ്ങി 1 പോയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 0 എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ്സ് എന്താണ്? 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് പ്രഡിക്ഷൻ ആണെന്നാണ്. എന്തുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് പ്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ TPRൻ്റെയും FPRൻ്റെ വാല്യൂ എന്താണ്? അപ്പോൾ അവിടെ 0 ആണ്. TPR = 0 എന്ന് വെച്ചു, ആൻഡ് FPR = 0 അല്ലേ? 0 എന്ന് പറയുന്നത് TPR FPRും 0 ആണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എന്ന് പറയുന്നത് TPR എന്താണ്? TP / TP + FN അല്ലേ? അപ്പോൾ നമുക്ക് TPR = 0 എന്ന അത് 0 എന്ന് കിട്ടണമെങ്കിൽ എന്തായാൽ മതി? TP = 0 ആയാൽ മതി അല്ലേ? ഇക്വേഷൻ വെച്ചിട്ട് TP = 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ട്രൂ പോസിറ്റീവുകൾ, അതായത് പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രൂ പോസിറ്റീവുകൾ എന്ന് പറയുന്നത്. അതേ =0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമില്ല, അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അതേപോലെ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? FPR നോക്കുക. FPR എന്ന് പറയുമ്പോൾ FPRൻ്റെ ഇക്വേഷൻ എന്താ വന്നത്? FPR എന്തായിരുന്നു? FP / FP + TN. അപ്പോൾ നമ്മളുടെ FPR 0 ആവണമെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ 0 എന്ന് പറയുന്ന പോയിന്റിലാണ് തുടങ്ങിയത്, FPR 0 ആണെങ്കിൽ എന്തായാൽ മതി? FP = 0 ആയാൽ മതി. അതായത് FP ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ളതിനെ പോസിറ്റീവായിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്യുക. അതായത് നെഗറ്റീവ് ആണ് ആക്ച്വലി, അതിനെ പോസിറ്റീവ് ആണെന്ന് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫാൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത് അല്ലേ? നെഗറ്റീവ് ആണ് ആക്ച്വലി, പക്ഷേ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് എന്നാണ്. അതിനാണ് നമ്മൾ ഫാൾസ് പോസിറ്റീവുകൾ എന്ന് പറയാം. ആ ഒരു സംഭവം അവിടെ ഇല്ല. ദാറ്റ് മീൻസ് FP = 0. FP = 0 ആയി കഴിഞ്ഞാൽ FPR എന്തായി? 0 ആയി. അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്ത് പ്രഡിക്ഷൻ നടക്കുന്നില്ല? ഒരു പോസിറ്റീവ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്നില്ല. എന്താണ്? ഓൾവേസ് അവിടെ നടക്കുന്നത് ഒരു നെഗറ്റീവ് പ്രഡിക്ഷനാണ് അല്ലേ? ഇതല്ല ഇപ്പോൾ രണ്ടും പറഞ്ഞത്. FP = 0 ആണ്, TP = 0 ആണ്. TP = 0 എന്ന് പറയുമ്പം പോസിറ്റീവായിട്ടുള്ള പ്രഡിക്ഷനെ പോസിറ്റീവായിട്ടുള്ളതിനെ പോസിറ്റീവായിട്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല? പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എന്നാലോ FPR എടുക്കുമ്പോഴോ നെഗറ്റീവായിട്ടുള്ളതിനെ പോസിറ്റീവായിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടോ? അതും ചെയ്യുന്നില്ല. സോ പോസിറ്റീവായാലും നെഗറ്റീവായാലും പോസിറ്റീവായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ അവിടെ നടക്കുന്നില്ല. അതായത് ഓൾവേസ് നെഗറ്റീവ് പ്രഡിക്ഷൻ. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഓൾവേസ് ഒരു നെഗറ്റീവ് പ്രഡിക്ഷൻ ആയിരിക്കും.
ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് എടുത്തു നോക്കാം. അടുത്ത പോയിന്റ് എന്താണ് നമ്മൾ ആ ഗ്രാഫിൽ വരുന്നത്? 1 എന്ന് പറയുന്ന പോയിന്റാണ്. 1 ഏറ്റവും മുകളിലുള്ള 1 എന്ന് പറയുന്ന പോയിന്റിനെ എങ്ങനെയാണ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റ് 1 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് FPR എന്ന് പറയുന്നത് എന്താണ് അവിടെ വന്നത്? 1ഉം TPR എന്ന് പറയുന്നത് 1ഉം FPR എന്ന് പറയുന്ന 1ഉം രണ്ടിൻ്റെ വാല്യൂസും 1 ആണ്. അപ്പോൾ FPR നമുക്ക് ആദ്യം നോക്കാം. FPR ഈക്വൽ ടു എന്താണ്? FP ഡിവൈഡഡ് ബൈ FP പ്ലസ് TN അല്ലേ? അപ്പം FPR ഈക്വൽ ടു 1 എന്നാവണമെന്നുണ്ടെങ്കിൽ TN ഈക്വൽ ടു 0 ആയാൽ മതി. അപ്പോൾ FP ബൈ FP ഈക്വൽ ടു 1 ആവും അല്ലേ? അപ്പം TN ഈക്വൽ ടു 0, അതായത് ട്രൂ നെഗറ്റീവ് ഈക്വൽ ടു 0. ട്രൂ നെഗറ്റീവ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പ്രഡിക്ഷനെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളതിനെ നെഗറ്റീവായിട്ട് തന്നെ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല അല്ലേ? അതല്ല അതിൻ്റെ അർത്ഥം. TN ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ FPRൻ്റെ കേസിൽ TN ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ളതിനെ നെഗറ്റീവായിട്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല? പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് TN ഈക്വൽ ടു 0. നേരെ തിരിച്ചാണെങ്കിലോ പിന്നെന്താണ്? TPRൻ്റെ കേസിൽ ഈക്വൽ ടു 1 എന്നാണെങ്കിൽ എന്താണ്? TPRൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? TPR ഈക്വൽ ടു TP ഡിവൈഡഡ് ബൈ TP പ്ലസ് FN ആണ്. അപ്പോൾ FNൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ TP ബൈ TP ഈക്വൽ ടു എന്ന് പറയുന്നത് 1 കിട്ടും. അപ്പോൾ TPR ഈക്വൽ ടു 1 എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ FN ഈക്വൽ ടു, ആ ഇക്വേഷൻ എഴുതി നോക്കുക കേട്ടോ, FN ഈക്വൽ ടു 0 എന്ന് വരും. FN ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവായിട്ടുള്ളതിനെ എന്താണ്? നെഗറ്റീവായിട്ട് പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇല്ല. അത് ഫോൾസ് നെഗറ്റീവ് അല്ലേ? ഫോൾസ് നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഡാറ്റാ സെറ്റിനെ അല്ലെങ്കിൽ ക്ലാസിഫൈ എന്നത് എന്താണ്? ആക്ച്വലി അത് പോസിറ്റീവാണ്. അതിനെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫോൾസ് നെഗറ്റീവാണ്. ആക്ച്വലി അത് പോസിറ്റീവാണ്, പക്ഷേ നെഗറ്റീവാണെന്നാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫോൾസ് നെഗറ്റീവ് എന്ന് വെച്ച് പറയുന്നത് അല്ലേ? അങ്ങനെ ഒരു പ്രഡിക്ഷൻ അവിടെ ഇല്ല. ദാറ്റ് മീൻസ് നമുക്കിതിൽ നിന്ന് എന്തൊക്കെ ഇൻഫർ ചെയ്തെടുക്കാം? നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും എന്താണ്? ഒരു നെഗറ്റീവ് പ്രഡിക്ഷനും ഇല്ല. നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും FPR ഈക്വൽ ടു 1ഉം TPR ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതി ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും എന്തില്ല? നോ നെഗറ്റീവ് പ്രഡിക്ഷൻ. അതായത് ഓൾവേസ് എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, അതാണ് 1 എന്ന് പറയുന്ന പോയിന്റ്. പിന്നെ നമുക്കുള്ള പോയിന്റ് എന്താണ്? 0-1 ആണ്. ഓക്കെ, 0-1 എന്ന് പറയുമ്പോൾ FPR ഈക്വൽ ടു 0 ആൻഡ് TPR ഈക്വൽ ടു 1. ഓക്കെ, 0-1 എന്ന് പറയുന്നത്. ഈ 0-1 എന്ന് പറയുന്ന പോയിന്റിൽ അപ്പോൾ FPR ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു എങ്ങനെയായിരുന്നു? FP ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് പോസിറ്റീവ് 0 എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവായിട്ടുള്ളതിനെ പോസിറ്റീവായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോൾസ് പോസിറ്റീവുകൾ എന്ന് പറയുന്നത് അല്ലേ? നെഗറ്റീവായിട്ടുള്ളതിനെ പോസിറ്റീവായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നതിന്. അപ്പം ആ ഒരു സംഭവം അവിടെ ഇല്ല. ഓക്കെ, നേരെ തിരിച്ചു നോക്കാം. ഇനി നമുക്ക് എന്താണ്? TPR ഈക്വൽ ടു 1 ആവണം. TPR ഈക്വൽ ടു 1 ആണ്. നിങ്ങൾ ആ ഇക്വേഷൻ നിങ്ങൾ എഴുതി നോക്കുമ്പം FN ഈക്വൽ ടു 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ TPR ഈക്വൽ ടു 1 ആവും. FN ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവായിട്ടുള്ളതിനെ നെഗറ്റീവായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ അവിടെ ഇല്ല. അതായത് ഫോൾസ് നെഗറ്റീവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആക്ച്വലി അത് പോസിറ്റീവാണ്. അതിനെ നമ്മൾ നെഗറ്റീവായിട്ടെന്ന് പറയുന്നതിനെയാണ് ഫോൾസ് നെഗറ്റീവുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രഡിക്ഷൻ അവിടെ ഇല്ല. ദാറ്റ് മീൻസ് നെഗറ്റീവായാലും പോസിറ്റീവായാലും തിരിച്ചിട്ടുള്ള, ശരിക്കും നെഗറ്റീവിനെ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രഡിക്ഷൻ ഇല്ല. ആക്ച്വലി നെഗറ്റീവാണ്, പക്ഷേ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ റോങ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കേസോ പോസിറ്റീവ് എന്ന് പറയുന്നതാണ് ആക്ച്വലി അതിനെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോങ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? റോങ് പ്രഡിക്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് പ്രഡിക്ഷൻ ആണ് അല്ലേ? അതുകൊണ്ടാണ് 0-1 എന്ന് പറയുന്ന പോയിന്റിൽ അത് പെർഫെക്റ്റ് പ്രഡിക്ഷൻ ആയത്. അതായത് ഇവിടെയാണ് നമ്മളുടെ പെർഫെക്റ്റ് പ്രഡിക്ഷൻസ് വരുന്നത്.
ഈ പെർഫെക്റ്റ് പ്രഡിക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന നമ്മൾ കർവ് വരയ്ക്കുമ്പം ഈ ഒരു പെർഫെക്റ്റ് പ്രഡിക്ഷൻ്റെ ഭാഗത്തേക്ക് വരുന്നതിനായിരിക്കും വരുന്ന ക്ലാസിഫയറിനായിരിക്കും പെർഫോമൻസ് കൂടുതൽ അല്ലേ. പെർഫെക്റ്റ് പ്രഡിക്ഷനോട് കൂടി അടുത്തിരിക്കുന്നതിനാണ് കമ്പാരിറ്റീവ്ലി പെർഫോമൻസ് കൂടുതലുള്ള ക്ലാസിഫയർ നമ്മൾ പറയാം. ഇനി ഒരു പോയിന്റും കൂടെ ഉണ്ട്, എന്താണ് 10. ഓക്കെ, 10 എന്ന് പറയുന്ന പോയിന്റിൽ ഇതേപോലെ തന്നെ FPR ഈക്വൽ ടു എന്താണ്, FPR ഈക്വൽ ടു എന്തായി 1 ആയി. ദെൻ FPR ഈക്വൽ ടു 1 എന്ന് പറയുമ്പം ട്രൂ നെഗറ്റീവ് ഈക്വൽ ടു 0 എന്നാവും. ട്രൂ നെഗറ്റീവ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താണ്, നെഗറ്റീവായിട്ടുള്ളതിനെ നെഗറ്റീവാണെന്ന് പറയുന്നില്ല. ട്രൂ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നെഗറ്റീവാണ് ആക്ച്വലി, അതിനെ ട്രൂ നെഗറ്റീവ് ആണെന്നുള്ള പ്രഡിക്ഷനാണ് തരുന്നത്. അങ്ങനെ ഒരു പ്രഡിക്ഷൻ അവിടെ നടക്കുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് 1 0 ആണ്. അപ്പം FPR ഈക്വൽ ടു 1 എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ TPR ഈക്വൽ ടു 0 എന്നാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, പോസിറ്റീവായിട്ടുള്ളതിനെ പോസിറ്റീവ്, ആ ഇക്വേഷൻ ആദ്യം എഴുതി നോക്കുക. TPR ഈക്വൽ ടു 0 എന്നാവണം എന്നുണ്ടെങ്കിൽ എന്താണ്, TP ഈക്വൽ ടു 0 ആവേണ്ടി വരും. TP ഈക്വൽ ടു 0 ആവണം എന്ന് പറയുന്നത് എന്താണ്, ട്രൂ പോസിറ്റീവ് ഈക്വൽ ടു 0. ട്രൂ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പോസിറ്റീവിനെ പോസിറ്റീവാണെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ TP എന്ന് പറയുന്നത്. അതേ ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഇല്ല. അതായത് നെഗറ്റീവ് ഈക്വൽ ടു നെഗറ്റീവായിട്ടുള്ളതിനെ നെഗറ്റീവാണെന്ന് പറയുന്നതുമില്ല, പോസിറ്റീവായിട്ടുള്ളതിനെ പോസിറ്റീവാണെന്നും പറയുന്നില്ല. അതായത് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്, എന്താണത്, പെർഫെക്റ്റ് പ്രഡിക്ഷൻ ആണോ? അല്ല. എന്തായിരിക്കും നേരെ തിരിച്ചു വരുന്നത്, റോങ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, റോങ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് 10 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ആയിരിക്കും റോങ് പ്രഡിക്ഷൻ പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ 4 പോയിൻറ്റ്സിലും എങ്ങനെയൊക്കെയാണ് ഒരു കർവ്, ആ ഒരു കർവ് ഈ ഭാഗത്തേക്കെല്ലാം അലൈൻ ചെയ്തിരിക്കുമ്പോൾ ആ ഒരു കർവിൻ്റെ ക്ലാസിഫയറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫയർ എത്രത്തോളം റോങ് ആണ്, എത്രത്തോളം റൈറ്റ് ആണ്, എത്രത്തോളം പോസിറ്റീവാണ്, എത്രത്തോളം നെഗറ്റീവ് പ്രഡിക്ഷൻസ് ഒക്കെയാണ് തരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയഗണൽ അല്ലെങ്കിൽ ഒരു ഡയഗണൽ ലൈന് കാണാൻ പറ്റും, ഒരു പോയിൻറ്റ്സ് അലോങ് ഡയഗണൽ. ഇതിന് നമ്മൾ റാൻഡം പ്രഡിക്ഷൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റാൻഡം പെർഫോമൻസ്. റാൻഡം പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാൻഡം പെർഫോമൻസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ക്ലാസിഫയറിൻ്റെ, അതായത് ഈ ക്ലാസിഫയറിൻ്റെ ROC കർവ് ഡയഗണലിൻ്റെ അടുത്തായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം, നമ്മളൊരു ക്ലാസിഫയറിൻ്റെ ROC കർവ് വരയ്ക്കുകയാണ്, നമ്മൾ ഓരോ പോയിൻറ്റ്സ് വെച്ചിട്ട് ROC കർവ് വരയ്ക്കുമ്പോൾ ഈ ഡയഗണൽ ലൈൻസിൻ്റെ അടുത്ത് കൂടെ അല്ലെങ്കിൽ നിയർ ആയിട്ടാണ് ആ ഒരു കർവ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു റാൻഡം പ്രഡിക്ഷനാണ് ആ ഒരു ക്ലാസിഫയർ ചെയ്യുന്നത്. ഓക്കെ, റാൻഡം ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആയിക്കാരം. ഓക്കെ, അതായത് FPRൻ്റെ TPRൻ്റെ വാല്യൂ ഡയഗണൽ വാല്യൂസിനോട് അടുത്ത് കൂടിയാണ് വരുന്നതെങ്കിൽ അതിനാണ് നമ്മൾ റാൻഡം പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 4 കാര്യങ്ങൾ, പെർഫെക്റ്റ് പ്രഡിക്ഷനും റോങ് പ്രഡിക്ഷനും പോസിറ്റീവ് പ്രഡിക്ഷനും നെഗറ്റീവ് പ്രഡിക്ഷനും റാൻഡമും. ഓക്കെ, ദെൻ അപ്പം ഈ ഒരു എക്സാമ്പിൾ ROC വരയ്ക്കുമ്പോൾ ROC സ്പേസ് വരയ്ക്കുക, ഓരോ പോയിൻറ്റ്സ് വെച്ചിട്ട് അതിൻ്റെ പ്രഡിക്ഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് വരയ്ക്കുക. അതിന് ആദ്യം വേണ്ടത് TPR FPRൻ്റെ ഇക്വേഷൻസ് എഴുതുക. എന്നിട്ട് അതനുസരിച്ച് ഓരോ 0 വരുമ്പം TPRൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് എഴുതുക. 0 വരുമ്പം TPR FPRൻ്റെ വാല്യൂ വെച്ചിട്ട് ആ ഇക്വേഷനിൽ എന്തൊക്കെയാണ് ചേഞ്ച് വരിക അതിനനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ എഴുതിയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ ROC എങ്ങനെ വരയ്ക്കും എന്നാണ് നോക്കുന്നത്. ഈ ROC എങ്ങനെ വരയ്ക്കും എന്നുള്ളത് നമ്മൾ എന്താണ്, ക്ലാസിഫയറിൻ്റെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ത്രഷോൾഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒരു ത്രഷോൾഡ് വാല്യൂ ഉണ്ടായിരിക്കും. ത്രഷോൾഡ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം വാല്യൂ. ഓക്കെ, ആ ഒരു ത്രഷോൾഡ് വാല്യൂവിൻ്റെ ബേസിസിലാണ് ആ ഒരു ക്ലാസിഫയർ അതാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു കർവ് അതാണെന്നുള്ള ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ പോസിബിൾ ആയുള്ള ത്രഷോൾഡിലും നമ്മൾ TPRും FPRും പ്ലോട്ട് ചെയ്യും. എന്നിട്ട് അത് ഏത് പ്രഡിക്ഷൻസിൻ്റെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് പോസിറ്റീവ്, നെഗറ്റീവ്, പെർഫെക്റ്റ്, റോങ്, റാൻഡം എന്നുള്ള രീതിയിൽ എങ്ങോട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ഓക്കെ, 10 എന്നാണെങ്കിൽ റോങ് പ്രഡിക്ഷൻ, ഡയഗണലിൻ്റെ താഴോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റോങ് പ്രഡിക്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു ഡയഗണലിൻ്റെ
ഇത്രയും ഇവിടെയാണ് എ എന്ന് പറയുന്ന ക്ലാസിഫയറിൻ്റെ വരുന്നത് അല്ലേ. എ എന്ന് പറയുന്ന ക്ലാസിഫയർ എന്ന് പറയുന്നത് ഈ ഡയഗണലിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് പറയാം അത് ഒരു റാൻഡമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്ലാസിഫയറാണ്. ബി എന്ന് പറയുന്നത് കുറച്ചും കൂടി മുകളിലാണ്. സി എന്ന് പറയുന്നത് നമ്മളെ പെർഫെക്റ്റ് പ്രഡിക്ഷൻ്റെ അടുത്തൂടെയാണ് എത്തിയിട്ടുള്ളത് അല്ലേ. അതിനർത്ഥം എന്താണ്? സി എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉള്ള പെർഫെക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്ലാസിഫയർ എന്നുള്ളത് ROC കർവ് എന്ന് മനസ്സിലാവുന്നത് ബേസ്ഡ് ഓൺ ദിസ് എന്താണ് ദിസ് പ്രഡിക്ഷൻസ് ആണ് ദിസ് വാല്യൂസ്. ഓക്കെ, ROC സ്പേസിലുള്ള ഈ ടെർമിനോളജീസ് യൂസ് ചെയ്തിട്ടാണ് നമുക്കൊരു ക്ലാസിഫയറിൻ്റെ പെർഫോമൻസ് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയുന്നുണ്ട്. നമ്മളൊരു കട്ട് ഓഫ് വാല്യൂ എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനെയാണ് നോർമൽ പേഴ്സണിലൊക്കെ BMI വാല്യൂ വെച്ചിട്ട് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെയാണ് ഉള്ള പേഴ്സൺസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓരോ ത്രഷോൾഡിൻ്റെയും TPR, അതായത് ഇവിടെ നോക്കിയാൽ അറിയാം കട്ട് ഓഫ് വാല്യൂ അല്ലെങ്കിൽ ത്രഷോൾഡ് വാല്യൂ 18, 20 ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ട്രൂ പോസിറ്റീവായിട്ട് എത്ര പേരുണ്ട്, അതായത് ഇതിൽ നിന്നെല്ലാം നമ്മൾ ആ ഒരു ക്ലാസിഫയർ പ്രഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ ട്രൂ പോസിറ്റീവുകൾ 100 എണ്ണമാണ്. ഫാൾസ് നെഗറ്റീവുകൾ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഫാൾസ് പോസിറ്റീവുകൾ എന്ന് പറയുന്നത് 200 എണ്ണമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ നോർമൽ പേഴ്സൺസിൻ്റെ രീതിയിൽ ബ്രസ്റ്റ് ക്യാൻസറുള്ള രീതിയിൽ നമ്മൾ ഫാൾസ് പോസിറ്റീവുകളും ട്രൂ നെഗറ്റീവ്സിലും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ എണ്ണം വെച്ചിട്ടുണ്ട്. അതിൻ്റെ റേറ്റുകളാണ് നമ്മൾ ഇവിടെ കാണുന്ന ഈ റേറ്റ്സ് എന്ന് പറയുന്നത്, TPR ഉം FPR ഉം. അപ്പം ഇതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ROC സ്പേസിൻ്റെ അതായത് കട്ട് ഓഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിനിമം ത്രഷോൾഡ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 26ഉം 28ഉം. ഓക്കെ, ഈ ഒരു 26ൻ്റെയും 28 എന്ന് പറയുന്നതാണ് ഒരു മിനിമമായിട്ട് അവരെടുക്കുന്ന ത്രഷോൾഡ് വാല്യൂ. ഈ ത്രഷോൾഡ് വാല്യൂ വെച്ചിട്ടായിരിക്കണം നമ്മൾ ഈ പ്ലോട്ട് ചെയ്യുന്ന TPR FPR റേറ്റുകളാണ് ROC സ്പേസിൽ കാണുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ കറക്റ്റ് പ്രഡിക്ഷന് അടുത്ത് നിൽക്കുന്നത് ആരാണ്? ഈ കട്ട് ഓഫ് 26 എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ഈ വാല്യൂസിൻ്റെ ഇടയിലുള്ള ആളുകൾക്കായിരിക്കും ബ്രസ്റ്റ് ക്യാൻസർ കൂടുതൽ എന്നുള്ള രീതിയിൽ നമുക്ക് ROC സ്പേസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേറെ നിങ്ങൾക്കൊരു ഷെയ്ഡഡ് റീജിയൺ ഇവിടെ കാണാൻ പറ്റും അല്ലേ. ഈ ഒരു ROCയുടെ അണ്ടറിൽ കാണുന്ന ഒരു ഷെയ്ഡഡ് റീജിയൻ, ഈ ഷെയ്ഡഡ് റീജിയനെയാണ് നമ്മൾ AUC അല്ലെങ്കിൽ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫയറിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു AUC വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫയറിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്? AUC കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു ROC സ്പേസിൽ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ, അതായത് അതിൻ്റെ ത്രഷോൾഡ് വാല്യൂസ് എല്ലാം വെച്ചിട്ട് അതിൻ്റെ താഴത്തോട്ട്, അതായത് ഈ ഒരു റേഞ്ചിൽ, അതായത് നമ്മൾ ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഷെയ്ഡഡ് റീജിയൻ വരുന്നുണ്ട്, മാക്സിമം ഷെയ്ഡഡ് റീജിയൻ വരുന്നതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ബെസ്റ്റ് ക്ലാസിഫയർ എന്ന് പറയുന്നത്. ബെസ്റ്റ് ക്ലാസിഫയറിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് കൂടുതൽ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. എന്തിൻ്റെ ബേസിസിൽ അത് മാക്സിമം ആവുകയാണെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.